ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ലാലേട്ടൻ്റെതായിട്ട് ഒരുപാട് നേട്ടങ്ങൾ റെക്കോർഡെല്ലാം തന്നെയാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഒപ്പം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഈ രണ്ട് നേട്ടങ്ങളും ലാലേട്ടൻ്റെ പേരിലാണല്ലോ. മോളിവുഡിൻ്റെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ എമ്പുരാനാണെങ്കിൽ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമ തുടരുമാണ്. രണ്ടും ലാലേട്ടൻ സിനിമകളാണ്. ഇതേ രീതിയിൽ മറ്റ് ഇൻഡസ്ട്രികളിൽ അവരുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സൗത്ത് ഇന്ത്യൻ സിനിമകളെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ തൊട്ടയൽവക്ക സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ആദ്യം വരികയാണെങ്കിൽ അവരുടെ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴും 2.0 ആണ്. 2018 സിനിമ റിലീസ് ചെയ്തത്. രജനീകാന്താണ് സിനിമയിലെ നായകൻ. അതേസമയം തമിഴ്നാട്ടിലെ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ലിയോ ആണ്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ തളപതി വിജയാണ് നായകനായിട്ട് തിരിക്കുന്നത്. ഇനി തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ RRR എന്ന സിനിമയാണ്. എന്നാൽ അതേസമയം വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴും ബാഹുബലി 2 ആണ്. പ്രഭാസ് നായകനെത്തിയ സിനിമ 2017 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ആ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡിന് ഇനി മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി കന്നഡ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അഥവാ സാൻഡൽവുഡിലേക്ക് വരികയാണെങ്കിൽ കാന്താര എന്ന സിനിമയാണ് കർണാടകയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ യാഷ് നായകനെത്തിയ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF ചാപ്റ്റർ 2 ആണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെയാണ് സൗത്തിലെ വിവിധ ഇൻഡസ്ട്രികളിൽ അവരുടെ ഇൻഡസ്ട്രി ഏറ്റവും വേൾഡ് വൈഡ് ടോപ്പ് ഗ്രോസർ കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ. മറ്റ് ഇൻഡസ്ട്രികളിൽ ടോപ്പ് ഗ്രോസർ, ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമകളിലെ നായകന്മാർ വെവ്വേറെയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ടോപ്പ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയിലെ നായകനും കേരളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമയിലെ നായകനും ഒരേ ഒരാളാണ്. അത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനാണ്. ഇനി ഇതേപോലെ മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ തുടർച്ചയായി 2 സിനിമകളിലാണല്ലോ ലാലേട്ടൻ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സൗത്തിൽ ആകെ 5 താരങ്ങൾക്ക് മാത്രമേ ലാലേട്ടൻ അല്ലാതെ ഈ പറഞ്ഞ 200 കോടി വേൾഡ് വൈഡ് കളക്ഷൻ തുടർച്ചയായിട്ട് 2 സിനിമകളിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ആ താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ വിജയ്, രജനീകാന്ത്, പ്രഭാസ്, അല്ലു അർജുൻ, യാഷ് എന്നിവരാണ്. ഇപ്പോഴത്തെ ഈ കൂട്ടത്തിലേക്കാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇടം നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടന്റെ ലെവലെല്ലാം തന്നെ വേറെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ എമ്പുരാൻ റിലീസ് ചെയ്തപ്പോൾ തന്നെ ലാലേട്ടനെ ഇനി കമ്പയർ ചെയ്യേണ്ടത് മലയാളത്തിലെ താരങ്ങളോടല്ല, മറ്റു ഭാഷാ താരങ്ങളോടാണ് എന്ന് പ്രത്യേകം വീഡിയോയിലെല്ലാം തന്നെ അറിയിച്ചതാണ്. എന്തായാലും അത് വീണ്ടും ശരിവയ്ക്കുന്ന ഒന്നായിട്ട് തുടരുമെന്ന സിനിമയുടെ റെക്കോർഡുകൾ, ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ താരങ്ങളിൽ ഒരാളായിട്ട് ലാലേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ ലാലേട്ടനെ കുറിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇനിയും കേൾക്കുവാനായിട്ട്.